ഹലോ, എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഫ്രൈഡ് റൈസും ബിരിയാണിയും നെയ്ച്ചോറൊക്കെ കഴിച്ചു മടുത്തെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതും വെറൈറ്റിയുമായിട്ടുള്ള ഒരു ചിക്കൻ കോഫ്ത പുലാവ് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കാം. പുലാവ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ 3 കപ്പ് ലോങ് റൈസ് ബസ്മതി റൈസ് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇതിനി വെള്ളം ഒഴിച്ച് ഞാൻ സോക്ക് ചെയ്ത് വെക്കുകയാണ്. ഒരു 15 തൊട്ട് 20 മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി ഞാൻ ചിക്കൻ കോഫ്ത പുലാവാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ ഞാൻ മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനു വേണ്ടി മസാല തയ്യാറാക്കണം. മിക്സിയുടെ ജാറിലേക്കോ ചോപ്പറിലേക്കോ ഒരു സവോളയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഒരു പിടി മല്ലിയിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പിടി പുതിനയുടെ ഇലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും 1 ടീസ്പൂണ് നല്ല ജീരകത്തിൻ്റെ പൊടിയും പിന്നെ 1 ടീസ്പൂണ് ഗരം മസാല പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരച്ചതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരച്ചതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 4-5 പച്ചമുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മസാലയുടെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ഉരുക്കിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിനു വേണ്ടി ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ ചേർത്ത് കൊടുക്കാം. ഇനി നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം. ഒരുപാട് ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ചെറിയൊരു തരിയൊക്കെ ഉണ്ടായാലും കുഴപ്പമില്ല. ഇതുപോലെ. ഇനി നമുക്ക് കോഫ്തയ്ക്ക് വേണ്ടിയുള്ള മിക്സ് തയ്യാറാക്കാം. അപ്പോൾ ആദ്യം തന്നെ അരച്ചെടുത്തിരിക്കുന്ന ചിക്കനെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഈ മസാല പേസ്റ്റും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ചിക്കൻ അരച്ചെടുക്കുമ്പോഴും മസാല അരച്ചെടുക്കുമ്പോഴും നിങ്ങൾ ഒട്ടും വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ. ചിക്കനിൽ വെള്ളം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നന്നായി തുടച്ചതിന് ശേഷം മാത്രം നിങ്ങൾ അരച്ചെടുക്കാൻ പാടുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു ബൈൻഡിങ്ങിന് വേണ്ടി ഞാനിവിടെ 1/4 കപ്പ് കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ മസാലയിൽ വെള്ളം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 1/4 കപ്പിന് കൂടുതൽ കടലമാവ് ചേർത്ത് കൊടുക്കേണ്ടി വരും. പിന്നെ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പുണ്ടോ നോക്കി എക്സ്ട്രാ ഉപ്പ് ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലതുപോലെ ഞാൻ മിക്സ് ചെയ്തെടുത്തു. ഇതാണ് നമ്മുടെ കോഫ്തയുടെ മിക്സ്. ഇപ്പം നമ്മുടെ കോഫ്ത മിക്സ് ശരിയായിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് ഓയിൽ തടവിയതിന് ശേഷമാണ് കോഫ്ത ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു മീഡിയം സൈസ് കോഫ്തയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോഫ്തയുടെ സൈസ് കൂട്ടുകയോ ഇല്ലെങ്കിൽ ചെറിയ കോഫ്തയായിട്ട് ഉണ്ടാക്കുകയോ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഉരുട്ടിയിട്ട് നമ്മുടെ കോഫ്ത റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാ കോഫ്തയും റെഡിയാക്കി വെക്കട്ടെ. ഇനി ഈ കോഫ്തയുടെ മിക്സ് നിങ്ങൾക്ക് ഒരുപാട് ലൂസാണെന്ന് തോന്നുകയാണെങ്കിൽ കടലമാവ് ചേർത്തിട്ടും ലൂസാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രീസറിൽ വെച്ച് കുറച്ച് നേരം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ കോഫ്ത ഉരുട്ടിയെടുത്താൽ മതി. അപ്പോൾ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി തന്നെ കിട്ടും. അപ്പോൾ നമ്മുടെ കോഫ്തയൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഈ കോഫ്ത 2 രീതിയിൽ ഫ്രൈ ചെയ്യാം. ഡീപ് ഫ്രൈയും ചെയ്യാം, ഷാലോ ഫ്രൈയും ചെയ്യാം. ഞാനിവിടെ ഇപ്പോൾ ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഓയിലിലേക്ക് എല്ലാ കോഫ്തയും ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഈ ഓയിൽ തന്നെയാണ് കേട്ടോ ഞാൻ പുലാവ് ഉണ്ടാക്കുന്നത്. പിന്നെ ഒരുപാട് ടൈം ഇട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് 2 സൈഡ് കളർ മാറി കിട്ടിയാൽ മതി. നമ്മളിത് വീണ്ടും റൈസിലിട്ട് വേവിക്കുന്നതാണ്. അപ്പോൾ നോക്ക്, ഈ ഒരു കളറിൽ നമുക്ക് ഗോൾഡൻ കളർ ആയി കഴിഞ്ഞാൽ ഞാനിതിൽ നിന്ന് എടുത്തു മാറ്റുകയാണ്. നമ്മുടെ കോഫ്ത ഞാൻ ഇവിടെ ഫ്രൈ ചെയ്ത് എടുത്തു മാറ്റിയിട്ടുണ്ട്. ഇനി ഇതേ ഓയിൽ തന്നെയാണ് ഞാൻ പുലാവ് ഉണ്ടാക്കാനും യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഒരു വലിയ പാത്രം എടുക്കുകയാണ് കേട്ടോ. ഇനി ഈ ഓയിൽ തന്നെ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 3 വലിയ സവോളയാണ് ഞാൻ അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. ഞാനിവിടെ സവോള ഇടത്തരം വലുപ്പത്തിലുള്ള 3 സവോളയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിനെ നന്നായിട്ട് ഗോൾഡൻ കളർ ആക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ നോക്ക്, സവോളയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് ഞാനൊരു തവി സവോള മാറ്റിയെടുക്കുകയാണ്. ഇത് ലാസ്റ്റ് നമുക്ക് ഗാർണിഷിന് വേണ്ടിയിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇത് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 4-5 ഏലക്കയും
അതുപോലെ തന്നെ ഒരു 5-6 ഗ്രാമ്പു, പിന്നെ ഒരു 2 കഷ്ണം പട്ട, പിന്നെ ഇത് ജാതിക്കയാണ്, ഒരു ജാതിക്ക എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ജാതി പത്രി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 ബേ ലീഫ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കറുത്ത ഏലക്കയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് കുറച്ച് ജീരകവും കൂടിയും വേണം. 1 ടീസ്പൂൺ ജീരകമാണ്. ഇതും കൂടി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ സവോള ഓൾറെഡി ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി ഇത് ഓവർ കുക്ക് ആവാതിരിക്കാനും ഇതിൻ്റെ കളർ ഒന്ന് മാറാതിരിക്കാനും വേണ്ടി ഞാൻ 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ പുലാവിൻ്റെ റൈസിൻ്റെ കളറും നന്നായിട്ടിരിക്കും. പിന്നെ ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരച്ചതും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റി അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. ഇപ്പം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം ഒന്ന് മാറി വന്നു. ഇതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളകാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ റൈസിൻ്റെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗരം മസാലപ്പൊടി നമുക്ക് ലാസ്റ്റ് നോക്കിയിട്ട് വീണ്ടും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഈ പൊടികളുടെ പച്ചമണം മാറി വരുമ്പോൾ ഞാനിവിടെ 1/2 കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. പുളിയില്ലാത്ത തൈര് വേണം ചേർത്ത് കൊടുക്കാൻ. തൈരും ചേർത്ത് നമ്മുടെ സവോളക്കൂട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം തൈര് ചേർത്തിട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം. ഇപ്പോൾ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. റൈസ് ഇടുമ്പോൾ നമുക്ക് ബാക്കി ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുത്തു. ഇനി ഇതിലേക്ക് മല്ലിയിലയും പുതിനയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. മല്ലിയിലയും പുതിനയിലയും ഇട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മുടെ മസാലക്കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കോഫ്ത ബോൾസ്, നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോഫ്ത ബോൾസ് ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ കോഫ്ത ബോൾസും മസാലയും ചേർന്ന് നന്നായിട്ട് മിക്സ് ആവണം. കോഫ്ത ബോൾസ് ഇട്ട് കൊടുത്തതിന് ശേഷം മസാല നന്നായി മിക്സ് ചെയ്തു. ഇനി ഇത് ഈ മസാലയിൽ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 1/4 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചെറു ചൂടോട് കൂടിയുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്ത് എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കൊരു 2 മിനിറ്റ് ഇത് അടച്ച് വേവിക്കാം. ഒരു 2 മിനിറ്റ് അടച്ച് വേവിച്ചു. ഇനി നമുക്ക് തുറന്നു നോക്കാം. ഇപ്പം നോക്കൂ, കോഫ്ത നന്നായിട്ട് തന്നെ ആ മസാലയിൽ മിക്സായി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. പതിയെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഓവർ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസാണ്. അപ്പം ഞാൻ സോക്ക് ചെയ്ത വെള്ളമൊക്കെ ഒന്ന് ഊറ്റി കളഞ്ഞിട്ടുണ്ട്. ഈ റൈസ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഞാൻ 3 കപ്പ് റൈസാണ് കേട്ടോ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അപ്പം റൈസ് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിലാണ് ഞാൻ റൈസ് എടുത്തത്. അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിൽ തന്നെ ഞാൻ വെള്ളം അളന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ചെറിയ ചൂടോട് കൂടിയുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 3 കപ്പ് റൈസിന് ഞാൻ 4.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ റൈസിന് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി റൈസ് വേവിക്കുമ്പോൾ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് അടി എത്തിയിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഉപ്പ് കറക്റ്റ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാനൊരു 2 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യ് ഒഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിക്കണമെന്നില്ല. പിന്നെ ഇതിലേക്ക് ഞാൻ ലെമൺ ജ്യൂസും കൂടി പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒരു പകുതി ലെമൺ ജ്യൂസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നത് റൈസ് ഒരുപാട് കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു നല്ല തിള വരുന്നത് വരെ ഇത് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഒരു നല്ലൊരു തിള വന്നു. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിത് 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ അടച്ച് വേവിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് അടച്ച് വേവിക്കുന്നത്. ഈ ഒരു ടൈമിൽ ഞാൻ ഒരു തക്കാളി കുരുവൊക്കെ കളഞ്ഞിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ 2 മിനിറ്റ് അടച്ച് ഹൈ ഫ്ലെയിമിൽ വേവിക്കുമ്പോഴേക്കും ആ വെള്ളമൊക്കെ ഒന്ന് പറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഈ തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. തക്കാളി ചേർത്ത് കൊടുക്കുന്നത് ഇതിലൊരു കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ്. തക്കാളി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കുമ്പോൾ ഓവർ മിക്സ് ചെയ്തെടുക്കരുത്. റൈസ് പൊടിഞ്ഞു പോകാനുള്ള സാധ്യത ഏറെയാണ്. ഇനി നമുക്ക് ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇനി നമ്മൾ ഡയറക്റ്റ് അല്ല ഈ പാത്രം വെച്ച് കുക്ക് ചെയ്യുന്നത്. അതിനു വേണ്ടി ഒരു പഴയ തവ വെച്ച് കൊടുക്കുകയാണ്. ഏതെങ്കിലും ഒരു ഇരുമ്പ് തവയോ നോൺ സ്റ്റിക്ക് തവയോ വെച്ച് കൊടുക്കുക. തവ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമ്മുടെ പുലാവിൻ്റെ പാത്രം വെച്ച് ലോ ഫ്ലെയിമിൽ 10 മിനിറ്റാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്.
അപ്പോൾ ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് കുക്ക് ചെയ്തെടുത്തു. നോക്ക് കറക്റ്റായിട്ട് തന്നെ നമ്മുടെ റൈസൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഓവർ കുക്കൊന്നും ആയിട്ടില്ല. റൈസ് ഞാൻ ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. കേട്ടോ, ഇങ്ങനെ ഞെക്കുമ്പോൾ 2 പാർട്ടായിട്ട് വരുമ്പോഴാണെങ്കിൽ നമ്മുടെ റൈസ് കറക്റ്റ് കുക്കാണ്. ഇനി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് മല്ലിയിലയും പുതിനയിലയും ഒക്കെ ഇട്ടിട്ട് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ചിക്കൻ കോഫ്ത പുലാവ് റെഡി ആയിട്ടുണ്ട്. ആ റൈസിൻ്റെ കളറൊക്കെ നോക്ക്, നല്ല പുലാവിൻ്റെ ഒരു ഓഫ് വൈറ്റ് കളറ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഒനിയനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഈ ഒരു കളർ കിട്ടുന്നത്. അപ്പം ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് എടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി കോഫ്ത പുലാവ് റെഡിയാക്കി എടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഫ്രൈ ചെയ്ത ഒനിയൻസ് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സും റൈസൻസും ഒക്കെ ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ചിക്കൻ കോഫ്ത പുലാവിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഇതുപോലെയുള്ള പുതുപുത്തൻ റെസിപ്പി വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.